എന്തായി അതിനുശേഷം പിന്നീട് വീണ്ടും ഒരാൾ ഒരു പരാതിയുമായിട്ട് വന്നു. ആ പരാതിയിൽ സിറ്റി പോലീസ് കമ്മീഷണറിന്റെ ഒരു പരാമർശം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കാണാനിടയായി. സി മലയാളം എന്ന് പറഞ്ഞ ചാനൽ വന്നാണ്. അതായത് വേടിനെതിരെ പരാതി വന്നിരിക്കുന്ന രണ്ടാമത്തെ ഇരയുടെ ആ ഒരു പരാതിയിൽ തുടരന്വേഷണം നടത്താനായിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല, നാളിതുവരെ സാധിച്ചിട്ടില്ല. എന്താണ് കാരണം? ആ പരാതിയിൽ തെളിവ് നൽകാനായിട്ട് ഇരയാക്കപ്പെട്ടാൽ ഇരയെന്ന് പറയപ്പെടുന്ന പെൺകുട്ടിക്ക് കഴിയുന്നില്ല. ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിലല്ലേ തെളിവുണ്ടാവുള്ളൂ. ഒരു തെളിവില്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമേ അവിടെ നടന്നിട്ടില്ല എന്നല്ല അതിൻ്റെ വേറൊരർത്ഥം. ഇതെല്ലാം നമുക്ക് മനസ്സിലായി. എന്നിട്ടും വേടനെതിരെ കുറ്റം പറയുന്നവർക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ വേടനെതിരെ കുറ്റം പറയാനായിട്ട് ബി ജെ പിയുടെ തലമൂത്തപ്പന്മാരോ ഒന്നും വരുന്നില്ല. പക്ഷേ ഇവരുടെ ഇടയിലുള്ള ചില അടിമ സംഖ്യകൾ വരുന്നുണ്ട്. ഈ അടിമ സംഖ്യകളൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ ഒന്നും എഴുതുന്നത്. അതായത് വേടൻ്റെ ഓരോ വരികൾ എടുത്തിട്ട് റേപ്പറാണ് അല്ലെങ്കിൽ ഈ കാമവീരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇങ്ങനെ പറയുമ്പോഴുണ്ടാവുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതിൻ്റെ ചേതോ വികാരം ഇവരുടെ ഇൻറ്റൻഷനും എത്രത്തോളം ഉണ്ടെന്നുള്ള എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ എന്താണ് വേടൻ്റെ വിഷയത്തിൽ പറയുന്നത് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോ